മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അതീവ നിർണായകരമായ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ജോർദാനിലെയും ബഹ്റൈനിലെയും US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിന് പിന്നാലെ കുവൈറ്റിലും ആക്രമണ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഒമാൻ തീരത്തെ സംഘർഷങ്ങൾക്ക് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ US താവളങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ജോർദാനിലെ തന്ത്രപ്രധാനമായ US സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഇറാന്റെ ആദ്യ പ്രഹരമുണ്ടായത്. ജോർദാനിലെ അൽ അസ്റഖ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന US സൈനിക താവളം ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. തങ്ങളുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനികമായ ദീർഘദൂര ഖര ഇന്ധന മിസൈലുകൾ ഉപയോഗിച്ചാണ് അൽ അസ്റഖിൽ ആക്രമണം നടത്തിയെന്ന് IRGC ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചെത്താൻ കഴിയുന്നവയാണ് ഈ മിസൈലുകൾ. ജോർദാന് പുറമെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ മറ്റൊരു പ്രധാന നാവിക താവളവും ഇറാന്റെ ലക്ഷ്യമായി മാറി. ബഹ്റിനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും ശക്തമായ വിഭാഗമായ 5th ഫ്ലീറ്റിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് വലിയ വ്യോമാക്രമണങ്ങളോടെ മേഖലയിൽ ആകെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഇറാൻ മിസൈലുകൾ അതിർത്തികൾ ഭേദിച്ച് പാഞ്ഞെത്തിയതോടെ സമീപ രാജ്യങ്ങളിലും വലിയൊരു യുദ്ധഭീതിയുടെ നിഴലാണ് പടർന്നിരിക്കുന്നത്. ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ കുവൈറ്റിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കൺട്രോൾ റൂം സൈറണുകൾ തുടർച്ചയായി മുഴങ്ങി. ഇറാന്റെ അടുത്ത ലക്ഷ്യം തങ്ങളായിരിക്കുമോ എന്ന ഭീതിയിലാണ് കുവൈറ്റ്. ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് പൊതുജനങ്ങളോട് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കുവൈറ്റ് ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കളമാക്കിയ ഈ പുതിയ മിസൈൽ വർഷത്തിന് പിന്നിൽ മണിക്കൂറുകൾ മാത്രം നീണ്ട നാടകീയമായ സൈനിക നീക്കങ്ങളാണുള്ളത്. ഒമാൻ തീരത്തുണ്ടായ പ്രകോപനത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള ഉടനടിയുള്ള പ്രതികാരമാണ് തങ്ങൾ നൽകിയതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഈ പുതിയ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് നയിച്ച ആദ്യ പ്രകോപനം ഒമാൻ തീരത്താണ് സംഭവിച്ചത്. ഒമാൻ തീരത്ത് വെച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഒരു സൈനിക ഹെലികോപ്റ്റർ ആക്രമിച്ചു വീഴ്ത്തിയിരുന്നു. തങ്ങളുടെ സൈന്യത്തിന് നേരെ ഉണ്ടായ ഈ പ്രകോപനത്തിന് പ്രതികാരമായി അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് വൈകാതെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും US താവളങ്ങളിലേക്ക് മിസൈലുകൾ പാഞ്ഞെത്തിയത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ വ്യോമസേന പ്രഹരമേൽപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാന്റെ വായു പ്രതിരോധ റഡാർ സംവിധാനങ്ങൾക്ക് നേരെയായിരുന്നു USന്റെ പ്രധാന ആക്രമണം. ഇതുകൂടാതെ ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരങ്ങളായ സിറിക്, ബർദാൻ, അബ്ബാസ്, ഹോർമൂസിലെ അതിർത്തിയായ ഖേഷിം ഐലൻഡ് എന്നിവിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലും അമേരിക്കൻ ബോംബിംഗിൽ തകർക്കപ്പെട്ടു. ഈ ആക്രമണത്തിൽ ഇറാന്റെ 2 വലിയ ജലസംഭരണികൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ US ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ തിരിച്ചടി നൽകാൻ ഇറാനായി. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക ബോംബുകൾ വർഷിച്ചതോടെ ഒട്ടും സമയം കളയാതെ ജോർദാനിലെയും ബഹ്റിനിലെയും US താവളങ്ങളിലേക്ക് ഇറാൻ മിസൈൽ അയക്കുകയായിരുന്നു. ഒരു അമേരിക്കൻ ആക്രമണവും തിരിച്ചടിയില്ലാതെ പോകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഉടനടിയുള്ള പ്രതികാരത്തിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. ആക്രമണ പരമ്പരകൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്ക നടത്തിയത് തികച്ചും ശക്തമായ പ്രതിരോധ നീക്കമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അവർ ഒരു ഹെലികോപ്റ്റർ തകർത്തു, ഞങ്ങൾ പ്രതിരോധിച്ചു. അവർ ചെയ്ത തെറ്റിനുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുടെ ഒരു നീക്കവും തിരിച്ചടിയില്ലാതെ പോകില്ലെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവച്ചാൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ഇനിയും പുകയുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ ആക്രമണവും അതിന് മണിക്കൂറുകൾക്കകം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ വർഷവും മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണതോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. കുവൈറ്റ് ഉൾപ്പെടുന്ന സമീപ രാജ്യങ്ങളിൽ സൈറണുകൾ മുഴങ്ങുന്നത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണ്. ഇരുവിഭാഗവും കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതോടെ മേഖലയിലെ അന്തരീക്ഷം വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്ഫോടനാത്മകമാകും.